നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. വരാക്കര കാളക്കല്ലിൽ ലോട്ടറി വിൽപ്പനക്കാരിക്ക് കാറിടിച്ച് പരിക്ക്. പുളിക്കൽ ബിന്ദുവിനാണ് പരിക്കേറ്റത്. സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ വില കിട്ടിയില്ല. മറ്റത്തൂരിലെ കർഷകർ ദുരിതത്തിൽ. കല്ലൂർ വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രമഹോത്സവം ആഘോഷിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് നഴ്സുമാർ സമരത്തിലേക്ക്. ഫെബ്രുവരി 21 സൂചനാ പണിമുടക്ക്. സംസ്ഥാന ശിശു വികസന വകുപ്പിന്റെ ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം നേടി മറ്റത്തൂർ ഗാലക്സി അംഗൻവാടി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്കണവാടിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വരാക്കര കാളക്കല്ലിൽ ലോട്ടറി വിൽപ്പനക്കാരിക്ക് കാറിടിച്ച് പരിക്ക്. മണ്ണമ്പേട്ട പുളിക്കൽ ബിന്ദുവിനാണ് പരിക്കേറ്റത്. റോഡരികിൽ ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ബിന്ദുവിന്റെ സ്റ്റാളിലേക്ക് വരന്തരപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ബിന്ദുവിനെ ഉടൻ വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു അപകടം. സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാത്തതിനാൽ ദുരിതമനുഭവിക്കുകയാണ് മറ്റത്തൂരിലെ നൂലുവള്ളി പാടശേഖരത്തിൽ കീഴിലുള്ള 100ഓളം കർഷകർ. 100 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് ഇവിടുത്തെ കർഷകർക്ക് കിട്ടാനുള്ളത്. ഒന്നാം വിളയായ വിരിപ്പ് കൃഷി ചെയ്തപ്പോൾ സപ്ലൈകോ വഴി വിറ്റഴിച്ച നെല്ലിന്റെ വിലയാണ് കർഷകർക്ക് കിട്ടാനുള്ളത്. നെല്ല് സംഭരിച്ച് 3 മാസത്തോളമായിട്ടും അതിന്റെ വില നൽകാതെ അധികൃതർ കർഷകരെ വട്ടം കറക്കുകയാണെന്ന് നൂലുവള്ളി പാടശേഖര സമിതി സെക്രട്ടറി രാജു കദളിക്കാടൻ പറഞ്ഞു. ഞാൻ നൂലുവള്ളി മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി പാടശേഖരത്തിലെ സെക്രട്ടറിയാണ്. ഒരു കൃഷിക്കാരൻ കൂടിയാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ വിരിപ്പ് പണിതതിന്റെ പൈസ, വിരിപ്പ് പണിത് സപ്ലൈകോ നെല്ല് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിന്റെ 2 മാസത്തിലധികമായിട്ട് പൈസയൊന്നും കിട്ടുന്നില്ല. SBIയിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. എന്നാൽ കാനറ ബാങ്കിലുള്ള ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പാടി ഓഫീസിലായിട്ട് ബന്ധപ്പെട്ടു. പാടി ഓഫീസിലായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് എത്രയും വേഗം ശരിയാവും. പക്ഷേ ഞങ്ങൾ ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ആൾ പറയുന്നത് ഏകദേശം 480 കോടി രൂപയോളം സപ്ലൈകോന്ന് പൈസ കിട്ടാനുണ്ട് ബാങ്കിന്. അപ്പോൾ അതിന്റെ പുറത്താണ് നിങ്ങൾക്ക് ഉള്ള പൈസ വൈകുന്നത്. 90ഓളം കർഷകരാണ് നൂലുവള്ളി പാടശേഖര സമിതിക്ക് കീഴിലുള്ളത്. ഇവരിൽ മിക്കവരും നെല്ല് സംഭരിക്കുന്നതിനായി സപ്ലൈകോയിലേക്ക് അപേക്ഷ സമർപ്പിച്ചപ്പോൾ അതിന്റെ വില അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതിനായി SBI ബാങ്കാണ് തെരഞ്ഞെടുത്തത്. കുറച്ചുപേർ കനാറ ബാങ്ക് അക്കൗണ്ടും നൽകി. ഇതിൽ കനാറ പോലുള്ള ബാങ്കുകൾ വഴി പണത്തിന് അപേക്ഷിച്ചവർക്ക് നെല്ലിന്റെ വില ഇതിനോടകം ലഭിച്ചു. SBI ബാങ്ക് വഴി നെൽവില കാത്തിരിക്കുന്നവർക്കാണ് ഇനിയും പണം കിട്ടാത്തതെന്ന് രാജു കദളിക്കാടൻ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ രണ്ടാമത്തെ പൂവ് മുണ്ടകൻ കൃഷി ചെയ്തത് നാളെ കൊയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഏകദേശം 90-ലധികം കൃഷിക്കാരുണ്ട്. 100 ടണ്ണ് നെല്ലിലധികം ഈ നൂലുവള്ളി പാടശേഖരത്തിൽ നിന്ന് തന്നെ കയറ്റി വിടുന്നുണ്ട്. ഈ നെല്ല് ഞങ്ങൾ സപ്ലൈകോന് കൊടുക്കാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 80% ആൾക്കാർ SBIയിലേക്കാണ് അപേക്ഷ കൊടുത്തേക്കുന്നത്. ഇനി ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃഷിക്കാർ എന്ത് ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയിലാണ്. എല്ലാവരും സാധാരണക്കാരാണ്, ചെറിയ കർഷകരാണ്. നമുക്ക് പൈസ കിട്ടാത്തതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതിന് കിട്ടുന്നതിന് വേണ്ട ഒരു സമീപനം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പാടി ഓഫീസുമായി പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഉടനെ ശരിയാകുമെന്ന് മാത്രമാണ് കർഷകർക്ക് മറുപടി കിട്ടുന്നത്. SBI ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടപ്പോൾ സപ്ലൈകോയിൽ നിന്ന് 450 കോടിയോളം രൂപ നെൽവില ഇനത്തിൽ ബാങ്കിന് കിട്ടാനുണ്ടെന്നും ഇത് കിട്ടിയാലല്ലാതെ കർഷകർക്ക് നെല്ലിന്റെ പണം വിതരണം ചെയ്യാനാകില്ല എന്നുമാണ് മറുപടി കിട്ടിയതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. മിക്കവരും ചെറുകിട നെൽകർഷകരായതിനാൽ നെല്ലിന്റെ വില സമയത്തിന് ലഭിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലെന്ന് കർഷകർ സങ്കടപ്പെടുന്നു. വിരിപ്പ് കൃഷിയുടെ നെല്ല് വിറ്റ പണം സമയത്തിന് ലഭിക്കാത്തതിനാൽ കടം വാങ്ങിയും പണയപ്പെടുത്തിയുമാണ് പല കർഷകരും മുണ്ടകൻ വിളയിറക്കിയത്. നൂലുവള്ളി പാടശേഖരത്തിൽ മുണ്ടകൻ കൊയ്ത്ത് വ്യാഴാഴ്ച തുടങ്ങാനിരിക്കെ കൊയ്ത്തു യന്ത്രത്തിന് വാടക കൊടുക്കാൻ പോലും വിഷമിക്കുകയാണ് കർഷകർ.
കല്ലൂർ വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രമഹോത്സവം ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവ നടത്തി. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ നടന്ന കാവടിയാട്ടത്തിൽ പീലിക്കാവടികളും പൂക്കാവടികളും അണിനിരന്നു. മേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ചശീവേലിയും ഒരുക്കിയിരുന്നു. കാവടിയാട്ടവും മേളവും ആസ്വദിച്ച് ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കല്ലൂർ വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രമഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന കാവടിയാട്ടവും മേളവും പഠനത്തിരക്കിലായ കുരുന്നുകൾക്ക് ആസ്വദിക്കാനായി സ്കൂൾ ഗ്രൗണ്ടിൽ എത്തുകയായിരുന്നു. മേളവും കാവടിയാട്ടവുമൊക്കെ സ്കൂളിലെത്തിയപ്പോൾ കുട്ടികളും ആവേശത്തിലായി. മേളത്തിനൊത്ത ചുവട് വെച്ചും താളം പിടിച്ചുമൊക്കെ കുട്ടികൾ ഗംഭീരമായി തന്നെ ഉത്സവം ആഘോഷിച്ചു. ആലങ്ങാട് ശ്രീ അയ്യപ്പ സമുദായമാണ് കുട്ടികൾക്ക് ലൈവായി മേളവും വർണ്ണക്കാഴ്ചയും ആസ്വദിക്കാൻ അവസരമൊരുക്കിയത്. ശ്രീ അയ്യപ്പ സമുദായം പ്രസിഡന്റ് അഖിൽ മണ്ടത്തറ, സെക്രട്ടറി കിരൺരാജ് തൈപ്പറമ്പിൽ, ട്രഷറർ ഷാജു കാരോട്ട് എന്നിവർ നേതൃത്വം നൽകി. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനവും വേലമഹോത്സവവും വെള്ളിയാഴ്ച ആഘോഷിക്കും. വ്യാഴാഴ്ച വൈകിട്ട് ചമയ പ്രദർശനമുണ്ടായിരുന്നു. ആനച്ചമയങ്ങളുടെ വിസ്മയ കാഴ്ചകളുമായി ക്ഷേത്രസമിതി ഹാളിലാണ് ചമയ പ്രദർശനം ഒരുക്കിയിരുന്നത്. വർണ്ണക്കുടകൾ, നെറ്റിപ്പട്ടം, ആലവട്ടം, വെഞ്ചാമരം, മുത്തുക്കുടകൾ തുടങ്ങിയവ പ്രദർശനത്തിലുണ്ടായിരുന്നു. വേലദിനമായ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളോടൊപ്പം രാവിലെ 7-ന് നവകം, പഞ്ചഗവ്യം എന്നിവ നടത്തും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 23 ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ ഗജരാജൻ ഊട്ടോളി അനന്തൻ ദേവിയുടെ തിടമ്പേറ്റും. തൃക്കൂർ, പൊന്നൂക്കര, കല്ലൂർ ദേശങ്ങളിലെ 20 സമാജങ്ങൾ വേലമഹോത്സവത്തിൽ പങ്കാളികളാകും. രാവിലെ 9:30 മുതൽ 11:30 വരെ നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പ്, തൃക്കൂർ രാജന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം എന്നിവ ഉണ്ടായിരിക്കും. 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ പ്രസാദവൂട്ട്, വൈകിട്ട് 6:30 മുതൽ 9:30 വരെ കാഴ്ചശീവേലി, കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പാണ്ടിമേളം, തുടർന്ന് 7-ന് കുടമാറ്റം, 7:15-ന് വേലകളി, 9:45-ന് ഫാൻസി വെടിക്കെട്ട്, 10-ന് തായമ്പക എന്നിവ നടക്കും. ഫെബ്രുവരി 7-ന് പുലർച്ചെ 4:30 മുതൽ 7 വരെ കൂട്ടിയെഴുന്നള്ളിപ്പ്, തുടർന്ന് 10:30-ന് വലിയ കുരുതിയോടെ 7 ദിവസത്തേക്ക് ക്ഷേത്രനട അടയ്ക്കും. ഫെബ്രുവരി 13-ന് നടതുറപ്പ് മഹോത്സവം നടക്കും. രാവിലെ 9-ന് ചലച്ചിത്ര താരങ്ങളായ ശ്രുതി ജയൻ, രഞ്ജിത മേനോൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിക്കും. മുപ്ലിയം മഠപ്പള്ളിക്കാവ് ക്ഷേത്രത്തിലെ മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. മഠപ്പള്ളിക്കാവ് ക്ഷേത്ര സേവാസമിതി, പടിഞ്ഞാട്ടുമുറി, മഠപ്പള്ളിക്കാവ് ക്ഷേത്ര സേവാ സമാജം നടുഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ 3 ഗജവീരന്മാരെ അണിനിരത്തി 100ഓളം കലാകാരന്മാരുടെ നേതൃത്വത്തിലുള്ള മേളം, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോട് കൂടിയ എഴുന്നള്ളിപ്പ്, കിഴക്കുമുറി, തെക്കുമുറി വിഭാഗക്കാരുടെ കാവടി ആഘോഷം എന്നിവ ഉണ്ടായിരിക്കും. അന്നേ ദിവസം വൈകിട്ട് 7:30-ന് കൊച്ചിൻ രസതന്ത്ര അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. ശനിയാഴ്ച വൈകിട്ട് 7:30-ന് പള്ളിവേട്ട, തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പ്, പള്ളിയുറക്കം. ഞായറാഴ്ച രാവിലെ 5 മണിക്ക് പള്ളി ഉണർത്തൽ, തുടർന്ന് രാവിലെ 8:30-ന് ആറാട്ട് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 10 മണിക്ക് ആറാട്ട് കഞ്ഞി സമർപ്പണവും നടക്കും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മഠപ്പള്ളിക്കാവ് ക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അംഗം നിവേദ്യ സജിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PC സുബ്രൻ, ട്രഷറർ നന്ദകുമാർ കരുമാലി തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് പെരുമറത്ത് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ശ്രീ മഹാകാളി മഹാക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ഫെബ്രുവരി 8 വരെ ആഘോഷിക്കുമെന്ന് മഠാധിപതി PK സെൽവരാജ് സ്വാമി അറിയിച്ചു. ഫെബ്രുവരി 7-ന് രാവിലെ 8-ന് തിറമണ്ണാർക്ക് വരവേൽപ്പ്, 10:30-ന് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ പ്രാമാണികനായ പഞ്ചാരിമേളം, 11:30-ന് പ്രസാദ ഊട്ട്, ഉച്ചതിരിഞ്ഞ് 3-ന് ശുദ്രമഠപതിക്ക് നൃത്തം, വൈകിട്ട് 6:30-ന് മേജർ സെറ്റ് പഞ്ചവാദ്യം, തുടർന്ന് സമാദരണ സദസ്സിൽ 2026-ലെ
പെരുമറത്ത് വിഷ്ണുമായ പുരസ്കാരം പിന്നണി ഗായകൻ വി ദേവാനന്ദിന് സമർപ്പിക്കുന്നു. രാത്രി 8:30 തിറപ്പുറപ്പാട്, 10 പാനച്ചാട്ടം, 10:15 നൃത്താഞ്ജലി എന്നിവ നടക്കും. ഫെബ്രുവരി 8 വെളുപ്പിന് 12:15 വിഷ്ണുമായ സ്വാമിയുടെ കളത്തിൽ പൂജ, 1:45 തിറയാട്ടം, 3 വിഷ്ണുമായ സ്വാമിക്കും കരിങ്കുട്ടി സ്വാമിക്കും ദേവിക്കും നൃത്തം, 3:05 ഗുരുതി, 3:15 വിഷ്ണുമായ സ്വാമിയുടെ കൽപ്പനയും പ്രസാദ വിതരണവും, 7:30 തിറമണ്ണാർക്ക് യാത്രയയപ്പും നടക്കും. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ ജില്ലയിലെ മികച്ച അംഗൻവാടിക്കുള്ള പുരസ്കാരം നേടി മറ്റത്തൂർ പഞ്ചായത്ത്. 16-ാം വാർഡിലെ ഗാലക്സി അംഗൻവാടി 2024-25 വർഷത്തെ പ്രവർത്തന മികവ് പരിഗണിച്ചാണ് നേട്ടം. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അംഗൻവാടിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. അംഗൻവാടി അധ്യാപിക സിജി പ്രദീപൻ സ്വാഗതം ആശംസിച്ച ചടങ്ങ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സിജി രാജേഷ് അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ സുധാകുമാരി, കൊടകര അഡീഷണൽ പ്രൊജക്ട് ഓഫീസർ CDPO സുധർമണി ജി, മറ്റത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രനി വിജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു മനോജ് കുമാർ, ശശികുമാർ മാസ്റ്റർ, സബിത സതീഷ്, PR അംബുജാക്ഷൻ, അംഗൻവാടി വികസന സമിതി അംഗം സുഭാഷ് മൂന്നുമുറി എന്നിവർ സംസാരിച്ചു. അംഗൻവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി, മുൻ വാർഡ് മെമ്പർ സുമേഷ് മൂത്തമ്പാടൻ എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം അംഗൻവാടി അധ്യാപിക സിജി പ്രദീപന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി കൈമാറി. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടാണ് രക്ഷിതാക്കളും കുട്ടികളും ചടങ്ങിനെ ആഘോഷമാക്കിയത്. അതുപോലെ തന്നെ മുൻ വാർഡ് മെമ്പർ ശ്രീ സുമേഷ്, പിന്നെ നമ്മുടെ അംബുജാക്ഷേട്ടൻ, നമ്മുടെ CDPO, അതുപോലെ നമ്മുടെ ICDS സൂപ്പർവൈസർ, നമ്മുടെ അംഗനവാടി ടീച്ചർമാർ, മറ്റ് ജനപ്രതിനിധികൾ, എത്രയും പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷവും അതിലേറെ വളരെ അഭിമാനവുമാണ് നമുക്ക് നമ്മുടെ അംഗനവാടിക്ക് സംസ്ഥാന തലത്തിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ മറ്റത്തൂര് മാത്രം ഏകദേശം 48 അംഗനവാടി, ഏകദേശം അല്ല കൃത്യം 48 അംഗനവാടി ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ജില്ല എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 3000-ലധികം 3112 അംഗനവാടി ഒരു ജില്ലയിൽ മാത്രമുണ്ട്. തൃശ്ശൂർ ജില്ലയിലത്തെ മാത്രം അംഗനവാടിയുടെ എണ്ണമാണ് 3100. ഞങ്ങൾ കയറി വരുമ്പോൾ അതിന് മുമ്പത്തെ ഭരണസമിതി, മുമ്പത്തെ മെമ്പർ അടക്കം, അതുപോലെ തന്നെ അംഗനവാടി ടീച്ചറും ആശാവർക്കർ അടക്കം ഇടപെട്ടുകൊണ്ട് ജനാർദ്ദനന്റെ അടുത്ത് സംസാരിച്ച്, ജനാർദ്ദനെ നമ്മൾക്ക് സ്മരിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സാണ് ഈ അംഗനവാടി ഇവിടെ വരാൻ കാരണം എന്നുള്ളത് നമുക്ക് സ്മരിക്കാതെ പോകാൻ വേണ്ടി കഴിയില്ല. ആളൊന്നും ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ട് പറഞ്ഞു തന്നെ പോകണം. അപ്പൊ ആ മനസ്സ് നമുക്ക് തന്ന ഈ സ്ഥലം, കഴിഞ്ഞ 8 വർഷമായി ശമ്പളം പരിഷ്കരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ മുഴുവൻ നഴ്സുമാരും സമരത്തിലേക്ക്. ഇതിന്റെ ആദ്യ ഭാഗമായി ഫെബ്രുവരി 21 സൂചനാ പണിമുടക്ക് നടക്കും. കേരളത്തിലെ മുഴുവൻ നഴ്സുമാരും പണിമുടക്കിന്റെ ഭാഗമാകും. അത്യാഹിത വിഭാഗത്തിലും വാർഡിലും 1/3 നഴ്സുമാർ മാത്രമായിരിക്കും ഉണ്ടാവുക. നഴ്സുമാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നഴ്സുമാർ കടക്കും. തൃശൂരിൽ നടന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ യോഗം ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ദേശീയ സെക്രട്ടറി MV സുധീപ് മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി അജയ് വിശ്വംഭരൻ, ട്രഷറർ ദിവ്യ, വർക്കിംഗ് പ്രസിഡന്റ് റെജി ജോൺ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര യൂണിറ്റ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സതീശൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KSSPU സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ, പഞ്ചായത്ത് അംഗം ദിവ്യ സുനിൽകുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ, AV ജോൺസൺ, TS സുബ്രഹ്മണ്യൻ, CU രമണി, K ശിവദാസ്, KI പുരുഷോത്തമൻ, TA വേലായുധൻ, KV രാമകൃഷ്ണൻ, K സുകുമാരൻ, PV ശാർങ്ങധരൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി K ശിവദാസ് പ്രസിഡന്റ്, AK റോഷ് സെക്രട്ടറി, AV ജോൺസൺ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ ജോജു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം ജോഷി ജോയ്, കോർഡിനേറ്റർ PC വിദ്യ എന്നിവർ സംസാരിച്ചു. LDFന്റെ നേതൃത്വത്തിൽ ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖല വികസന മുന്നേറ്റ ജാഥയ്ക്ക് വെള്ളിയാഴ്ച രാവിലെ 10 പുതുക്കാട് സ്വീകരണം നൽകും. തെക്കൻ മേഖല ജാഥയുടെ ക്യാപ്റ്റൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആണ്. M സ്വരാജാണ് മാനേജർ. ജാഥാംഗങ്ങളായി CS സുജാത,
പി വസന്തം, BT ജോസഫ്, KV ബാലസുബ്രഹ്മണ്യൻ, PK രാജൻ, യൂജിൻ മൊറേലി, ഉഴമലയ്ക്കൽ വേണുഗോപാൽ, M ഷാജു, ജോർജ് അഗസ്റ്റിൻ, CP അൻവർ സാദത്ത്, ജോണി ചെറുവുപറമ്പിൽ എന്നിവരും ഉണ്ടായിരിക്കും. KSRTC തിരുവനന്തപുരം പഴനി സൂപ്പർ ഡീലക്സ് ബസ്സിന് പുതുക്കാട് ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചു. KK രാമചന്ദ്രൻ MLA ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. എല്ലാ ദിവസവും രാത്രി 12:20 പുതുക്കാടെത്തുന്ന സർവീസ് പുലർച്ചെ 4:30 പഴനിയിലെത്തും. തിരിച്ച് വൈകിട്ട് 3:30 പഴനി സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് വൈകിട്ട് 7:35 പുതുക്കാടെത്തും. പുതുക്കാട് പഴനി സർവീസിന് 283 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ജനകീയ സംരക്ഷണ സമിതി വേലുപ്പാടം പൗണ്ട് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. മേഖലാ സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. സലീം മേലേപ്പുരികടത്തിൽ അധ്യക്ഷനായി. സമിതി നേതാക്കളായ ശിവദാസൻ തൂയത്ത്, PU ഷിഹാബ്, ഹംസ കളപ്പാടൻ, റഷീദ് കാരിക്കുളം, ആർട്ടിസ്റ്റ് ഡേവിസ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി ഉണ്ണിൻ കൊമ്പത്തയിൽ, സെക്രട്ടറിയായി സുധീർ ഉലുവാൻ, ട്രഷറർ വാസു പൗണ്ട് എന്നിവരെ തെരഞ്ഞെടുത്തു. ഇനി കാണാം ഇൻഫോ ടോക്ക്. എവിടേക്കെങ്കിലും ദൂരയാത്ര പ്ലാൻ ചെയ്യുന്നവർക്ക് വീട് പൂട്ടിപ്പോകാൻ പേടിയുണ്ടോ? ചുറ്റും കള്ളന്മാരുടെ വിഹാരമാണ്, സൂക്ഷിക്കണം. എന്തായാലും ഇനി പേടിക്കേണ്ട. കേരള പോലീസിന്റെ പുതിയ മൊബൈൽ ആപ്പ് നിങ്ങളുടെ വീട് കാത്തുകൊള്ളും. വീട് പൂട്ടി യാത്ര പോകുന്നവർക്ക് അക്കാര്യം പോലീസിനെ അറിയിക്കാൻ പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പിലെ ലോക്ക്ഡ് ഹൗസ് ഇൻഫർമേഷൻ സൗകര്യം ഉപയോഗിച്ചാൽ മതി. വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ പോലീസ് പ്രത്യേക നിരീക്ഷണം നടത്തും. പരമാവധി 14 ദിവസം വരെ വീടും പരിസരവും പോലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും. യാത്ര പോകുന്ന ദിവസം വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ, വീട്ടുപേര്, വീടിന് സമീപത്തുള്ള ബന്ധുക്കളുടെയോ അയൽവാസികളുടെയോ പേരും ഫോൺ നമ്പറും എന്നിവ ആപ്പിൽ നൽകേണ്ടതുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും പോൽ ആപ്പ് ലഭ്യമാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. പട്ടികവർഗ വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും പട്ടികവർഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ യഥാസമയം അവർക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി കരാർ അടിസ്ഥാനത്തിൽ കമ്മിറ്റഡ് സോഷ്യൽ വർക്കർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ ജില്ലകളിലെ 54 തസ്തികകളിലേക്കാണ് നിയമനം. MSW, MA സോഷ്യോളജി, MA ആന്ത്രോപോളജി വിജയിച്ച പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് 0471230459 അല്ലെങ്കിൽ 0471230329 എന്ന നമ്പറിൽ ബന്ധപ്പെടും. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,155 രൂപ, പവന് 1,13,240 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വരാക്കര കാളക്കല്ലിൽ ലോട്ടറി വിൽപ്പനക്കാരിക്ക് കാറിടിച്ച് പരിക്ക്, പുളിക്കൽ ബിന്ദുവിനാണ് പരിക്കേറ്റത്. സപ്ലൈകോ വഴി സംഭരിച്ച നെല്ലിന്റെ വില കിട്ടിയില്ല, മറ്റത്തൂരിലെ കർഷകർ ദുരിതത്തിൽ. കല്ലൂർ വീട്ടിക്കുന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്രമഹോത്സവം ആഘോഷിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് നഴ്സുമാർ സമരത്തിലേക്ക്. ഫെബ്രുവരി 21 സൂചനാ പണിമുടക്ക്. സംസ്ഥാന ശിശു വികസന വകുപ്പിന്റെ ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള പുരസ്കാരം നേടി മറ്റത്തൂർ ഗാലക്സി അംഗൻവാടി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അങ്കണവാടിയിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.